നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CP സതീഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ബാലുശ്ശേരിയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. LDFും UDFും കേരളത്തെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ NDA നടത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ബാലുശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CP സതീഷിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആ ശിവൻകുട്ടി കഴിഞ്ഞ 5 വർഷവും വിദ്യാഭ്യാസ വകുപ്പിന് പിന്നോട്ടടിച്ച ശിവൻകുട്ടി, പ്രിയപ്പെട്ടവരെ, ഒരു തലമുറയുടെ മുഴുവനും വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരത്തെ തടഞ്ഞു വെച്ച ആളാണ് ശിവൻകുട്ടി. എന്താ? PM ശ്രീ എന്നൊരു പദ്ധതിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി. ഗ്രാമീണ മേഖലയിലെ സ്കൂളുകൾക്ക് 1 കോടി 1.5 കോടി രൂപ കൊടുക്കുന്ന പദ്ധതി. ഇവിടെയൊക്കെയുള്ള സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം ആക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതി. ആ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒപ്പിട്ട് കോടിക്കണക്കിന് രൂപ അവരവരുടെ സ്കൂളുകളിൽ ലഭിച്ച് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും തെങ്ങുകയറ്റ തൊഴിലാളിയുടെയും കൂലിപ്പണിക്കാരന്റെയും പട്ടിണി പാവപ്പെട്ടവന്റെയും മക്കൾ മികച്ച വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി ആയതുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വയ്ക്കുവാൻ വേണ്ടി മുന്നിട്ട് നിന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി. ആ മന്ത്രിയെ പിന്തുണയ്ക്കുന്ന MLA അല്ലേ ഈ ബാലുശ്ശേരിയിൽ നിന്ന് വിജയിച്ചു പോയ സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ SC കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ 1 ഇഞ്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സച്ചിൻ ദേവ് മറുപടി പറയണം. അർപ്പിടിയിൽ നിന്നും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ റോഡ് ഷോയാണ് മേയർ അഡ്വക്കേറ്റ് VV രാജേഷും സ്ഥാനാർത്ഥി CP സതീഷും വേദിയിലേക്കെത്തിയത്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ NDA അധികാരത്തിൽ വരണമെന്നും LDFും UDFും രണ്ടായി മത്സരിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. പാവങ്ങൾക്ക് വീട് ലഭിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ അട്ടിമറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ പോലും ശ്മശാനമില്ല. വികസന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂരാണ്. സംവരണ മണ്ഡലമാണെങ്കിലും അടിസ്ഥാന ജനവിഭാഗം ബാലുശ്ശേരി മണ്ഡലത്തിൽ ദുരിതത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനം സാധ്യമാകാൻ ബാലുശ്ശേരിയിൽ CP സതീഷിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP സംസ്ഥാന മുഖ്യ വക്താവ് TP ജയചന്ദ്ര മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി CP സതീഷ് ആമുഖ പ്രഭാഷണം നടത്തി. ഈ നാടിന്റെ, നമ്മുടെ ബാലുശ്ശേരിയുടെ എല്ലാമായ പരദേവത, ഈ പരദേവതയുടെ സ്വർണം കട്ടിട്ടുള്ള കാട്ടുകള്ളനെ പിന്തുണച്ചിട്ടുള്ള ഇവിടുത്തെ ഏടന്മാരും മരതന്മാരും ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഞാൻ നിങ്ങളിൽ ഒരാളാണ്. BV രാജൻ, T ബാലസോമൻ, അഡ്വക്കേറ്റ് KV സുധീർ, MC ശശീന്ദ്രൻ, NP രാമദാസ്, RM കുമാരൻ, രാജേന്ദ്രൻ കുളങ്ങര, റീന ഉണ്ണികുളം, ശോഭ രാജൻ, ഷൈനി ജോഷി, രാജേഷ് പുത്തഞ്ചേരി, രാജേഷ് കായണ, പ്രജീഷ് കിനാലൂർ, പ്രമോദ് ശിവപുരം, ജയൻ ജോസ്, ശ്രീജിത്ത്, C മോഹനൻ, VV ശ്രീഹരി, സജീവൻ നാഗത്ത്, അഴകത്ത് സോമൻ നമ്പ്യാർ, K ഭാസ്കരൻ, KK ഗോപിനാഥൻ, ബീന കാട്ടുപറമ്പത്ത്, സുമ വെള്ളച്ചാലങ്കണ്ടി, ജയപ്രകാശ് കായണ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.